ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് റോസറി ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുന്നതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് ഒരു കുട്ടി എന്നോട് ചോദിച്ചു, ചേച്ചിയുടെ റോസറി ബുക്ക് അത് എഴുതിയിടുന്ന പാസ്ബുക്ക് ഒന്ന് കാട്ടിത്തരാമോ എന്ന്. ഞാൻ പിന്നീട് അത് വിട്ടുപോയി. ഇന്നലെ വീണ്ടും ആ കുട്ടി മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ആ ബുക്ക് നിങ്ങളെ ഒന്ന് കാട്ടിത്തരാമെന്ന്. ഇതെനിക്ക് ആരും പറഞ്ഞു തന്നതൊന്നും അല്ല കേട്ടോ. എനിക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ദിവസവും ചൊല്ലുന്ന ജപമാലയുടെ എണ്ണം എഴുതിയിടുന്നു, അത്രയേ ഉള്ളൂ. നിയോഗം വെക്കാതെ ചൊല്ലുന്ന ജപമാലകളാണേ. എന്നിട്ട് ആരെങ്കിലുമൊക്കെ എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുമ്പോൾ അതിൽ നിന്ന് അവരുടെ നിയോഗത്തിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ച് 1, 2 അല്ലെങ്കിൽ 3 അതിൽ കൂടുതലോ ഒക്കെ ജപമാലകൾ ഞാനത് പിൻവലിക്കും. അങ്ങനെയാണ് ഞാനത് ചെയ്തു വരുന്നത്. എനിക്കും പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ ഞാനും ഇതുപോലെ ചെയ്യാറുണ്ട്. അന്നത്തെ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാനതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. കേൾക്കാത്തവർ കേട്ട് നോക്കിയാൽ എന്താണ് റോസറി ബാങ്കിലെ അക്കൗണ്ട് എന്നും അത് എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതെന്നുമൊക്കെ അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ഞാൻ നിങ്ങളെ ബുക്ക് കാട്ടിത്തരാം. ഇതാണ് കേട്ടോ ജനുവരി മാസത്തിലെ ആദ്യ കോളത്തിൽ നിങ്ങൾ കാണുന്നത് ഞാൻ ചൊല്ലിയ ജപമാലകളുടെ എണ്ണമാണ്. ആ മാസം 205 ജപമാലകൾ ചൊല്ലി, 48 ജപമാലകൾ പിൻവലിച്ചു. അതാണ് ഈ രണ്ടാമത്തെ കോളത്തിൽ നിങ്ങൾ കാണുന്നത്. ഓരോ ആവശ്യങ്ങൾക്കായി ഓരോരുത്തർക്കായി പിൻവലിച്ച ജപമാലയുടെ എണ്ണമാണ് കേട്ടോ കാണുന്നത്. 5, 4, 2 എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടിരിക്കുന്നത്. ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ നിയോഗം എന്താണെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ആരോ പറഞ്ഞ നിയോഗത്തിന് വേണ്ടിയിട്ടാണ് 5 ജപമാലകൾ ഞാൻ ഇതിൽ നിന്ന് പിൻവലിച്ച് സമർപ്പിച്ചത്. അതാണ് ആ കാണുന്നത്. പിന്നെ ആ മാസം എനിക്ക് ബാലൻസ് ഉണ്ടായിരുന്നതാണ് മൂന്നാമത്തെ കോളത്തിൽ കാണുന്ന 157 ജപമാലകളാണ് ആ മാസം എനിക്ക് ബാലൻസ് ആയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് എനിക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഞാൻ എഴുതിയിടുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയും ചെയ്യാം. അതുപോലെ ഫെബ്രുവരി മാസം 150 ജപമാലകൾ ചൊല്ലി 40 എണ്ണം പിൻവലിച്ചു, 110 ബാലൻസ്. മാർച്ച് മാസം 179 ജപമാല ചൊല്ലി 55 എണ്ണം പിൻവലിച്ചു, 124 ജപമാലകൾ ബാലൻസ് ഉണ്ട്. പിന്നെ ഏപ്രിൽ മാസം മുതൽ ചൊല്ലുന്ന ജപമാല എൻ്റെ ഒരു പ്രത്യേക നിയോഗത്തിനായാണ് ഞാൻ സമർപ്പിക്കുന്നത്. 2300 ജപമാലകൾ ആ ഒരു നിയോഗത്തിനായി ചൊല്ലി പൂർത്തിയാക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഏപ്രിൽ മാസം തൊട്ട് ചൊല്ലുന്ന ജപമാലകളിൽ ഞാൻ പിൻവലിക്കാറില്ല. 2300 ജപമാല എന്ന് പൂർത്തിയാകുമോ അന്ന് മാത്രമാണത് പിൻവലിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താണ് ഈ ഏപ്രിൽ എന്ന് എഴുതിയത്, ഹൈഡ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന്. അത് മാതാവിന് ഞാൻ എഴുതി വച്ചിരിക്കുന്ന ഒരു കത്താണ്. അതെനിക്ക് നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റില്ല. അതെൻ്റെ വ്യക്തിപരമായൊരു കാര്യമാണ്. അമ്മയുടെ മുൻപിൽ ഞാൻ എഴുതി സമർപ്പിച്ചിരിക്കുന്നതാണ്. അത് അമ്മയ്ക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യം. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2300 ജപമാല ഇപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തെ റോസറിയുടെ എണ്ണമാണ്. ഈ 2025 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ജപമാലകളിൽ എനിക്ക് ബാലൻസ് ഉണ്ടായിരുന്നത് 391 ജപമാലയാണ്. അത് സേവിങ്സായി ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതായത് എൻ്റെ അക്കൗണ്ടിൽ ഞാനത് സൂക്ഷിച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ മാത്രം അത് അമ്മയുടെ മുന്നിൽ സമർപ്പിക്കാമെന്ന് കരുതി സൂക്ഷിച്ചിരിക്കുകയാണ്. നമുക്ക് എപ്പോഴും ഒരു പിടിവള്ളി വേണമല്ലോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരുമ്പം അക്കൗണ്ട് ഒരിക്കലും കാലിയാകാൻ പാടില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് 391 ജപമാല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എങ്ങനെയാണ് ജപമാല ചൊല്ലി റോസറി ബാങ്കിൽ നിക്ഷേപം കൂട്ടുന്നതെന്ന്. ഇത് നമ്മളും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ആഴമാണ്. ഇതാരെയും ബോധ്യപ്പെടുത്താനുള്ളതല്ല. നിങ്ങൾ ആ ഒരു കുട്ടി, എനിക്ക് തോന്നുന്നു വേറെ ആരോ ഒരാളും കൂടി ചോദിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളിങ്ങനെ കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിത് കാട്ടിയത്. പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കാർക്കെങ്കിലുമൊക്കെ ഇതൊരു പ്രചോദനമായാൽ, ഇങ്ങനെ ചൊല്ലാൻ നിങ്ങൾക്കൊരാഗ്രഹം തോന്നിയാൽ നിങ്ങൾക്കും ചൊല്ലാമല്ലോ, ഇങ്ങനെ പ്രാർത്ഥിക്കാമല്ലോ എന്ന് കരുതിയാണ് ഞാൻ നിങ്ങളെ ആ കുട്ടി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനിത് കാണിച്ചതാണ്. അപ്പോൾ ഇത് നമ്മൾ മറ്റൊരാളെ കാണിക്കാനോ ബോധ്യപ്പെടുത്താനോ ഉള്ളതല്ല. നമ്മളും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള ബന്ധമാണ്. ഇനി ഞാൻ നിങ്ങളെ ഒരു കാര്യം കൂടി കാട്ടിത്തരാവേ. കണ്ടോ, ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ജപമാലയുണ്ടല്ലോ, ഇതാണ് കഴിഞ്ഞ 15 വർഷമായി ഞാൻ ഉപയോഗിക്കുന്ന ജപമാല.
ഈ ജപമാല കരങ്ങളിൽ പിടിച്ച് ഇന്നോളം ചൊല്ലിയ ജപമാലകളുടെ എണ്ണം എത്രത്തോളം എന്നെനിക്കറിയില്ല. അത്രയേറെ ജപമാലകൾ ഞാൻ ചൊല്ലിയിട്ടുണ്ട്. അതൊക്കെ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ എനിക്ക് കൂട്ടായി സംരക്ഷണമായി കൂടെ വരുമെന്ന് എനിക്കുറപ്പുണ്ട്. നമ്മളെപ്പോഴും ഒരു ജപമാല കാത്തു സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതുപയോഗിച്ച് സ്ഥിരമായി ജപമാല ചൊല്ലുമ്പോൾ അത് നമുക്കൊരു അഭിഷേകമാണ്, സംരക്ഷണമാണ്. എവിടെ പോയാലും ഈ ജപമാല ഞാൻ കയ്യിൽ കരുതും. അത് എനിക്ക് വലിയൊരു ധൈര്യമാണ്. പല ജപമാലകളെടുത്ത് മാറി മാറി കൊന്ത ചൊല്ലുന്നതിലും നല്ലതല്ലേ ഒരു ജപമാല സ്വന്തമായി കയ്യിൽ കരുതുന്നത്? ഞാൻ ഈ ജപമാല കിട്ടിയ അന്നു മുതൽ എന്നും പ്രാർത്ഥിക്കും, അമ്മ മാതാവേ, ഇതൊരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകല്ലേ, പൊട്ടിപ്പോകാൻ ഇടവരുത്തരുതേ. എൻ്റെ മരണം വരെ ഈ ജപമാല എൻ്റെ കയ്യിലുണ്ടാകണമേ. ഇത് അമ്മയോടുള്ള എൻ്റെ നിഷ്കളങ്കമായൊരു പ്രാർത്ഥനയാണ് കേട്ടോ. ഈ ജപമാല കയ്യിൽ കിട്ടിയ അന്ന് മുതൽ എനിക്ക് എന്താണെന്നറിയില്ല, ഈ ജപമാലയോട് ഭയങ്കര ഇഷ്ടമാണ്. കാണാനും നല്ല രസമുണ്ട്, പിന്നെ നീല കളറും. അപ്പം അതുകൊണ്ട് ഇത് നഷ്ടപ്പെട്ടു പോകല്ലേ എന്ന് ഞാൻ എന്നും അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥന കേട്ടിട്ടാണോ എന്നറിയില്ല, 15 വർഷമായി ഒരു സംരക്ഷണ കവചം തീർത്ത് ഈ ജപമാല എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഇന്ന് വരെ ഇതിനൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. ഒരു നിധി പോലെയാണ് ഞാൻ ഈ ജപമാല കാത്തു സൂക്ഷിക്കുന്നത്. എൻ്റെ ഇടവകയിലുണ്ടായിരുന്ന ഒരു അച്ഛൻ കുഞ്ഞ്, അന്ന് അവൻ സെമിനാരിയിൽ ചേർന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ വർഷം അവൻ ആരോ സമ്മാനമായി കൊടുത്തതായിരുന്നു ഈ ജപമാല. അവൻ എൻ്റെ ജന്മദിനത്തിന് എനിക്ക് നൽകിയ ഗിഫ്റ്റായിരുന്നു ഇത്. അന്നവൻ സെമിനാരിയിൽ ചേർന്ന് അച്ഛനാകാനുള്ള ആഗ്രഹം കൊണ്ട് ചേർന്ന് ആദ്യത്തെ വർഷമായിരുന്നു. സെമിനാരിയിൽ ചേർന്ന ആദ്യ വർഷം അവന് കിട്ടിയ ഈ ഗിഫ്റ്റ് അവൻ എനിക്ക് സമ്മാനിക്കുമ്പോൾ അന്ന് അവൻ എന്നോട് പറഞ്ഞത്, ചേച്ചിയുടെ മുന്നോട്ടുള്ള യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം കാവലായി എപ്പോഴും ചേച്ചിക്കുണ്ടാകട്ടെ. ചേച്ചിക്ക് എന്ത് സമ്മാനം തരണം ചേച്ചിയുടെ ജന്മദിനത്തിനെന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ചേച്ചിക്ക് തരാൻ പറ്റിയ ഏറ്റവും നല്ല സമ്മാനം ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ജപമാല ചേച്ചിക്ക് നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എനിക്കിത് തന്നു. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, വല്ലപ്പോഴും എങ്കിലുമൊക്കെ ചേച്ചിയുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവനിതെനിക്ക് തന്നത്. അത് പരിശുദ്ധ അമ്മ അവന് എനിക്ക് നൽകാൻ പറഞ്ഞ് കൊടുത്തതായിട്ട് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഈ ജപമാല എന്ന് എൻ്റെ കയ്യിൽ കിട്ടിയോ അന്നു മുതലാണ് ജപമാല പ്രാർത്ഥനയോട് വലിയൊരു ഇഷ്ടമൊക്കെ എനിക്ക് മനസ്സിൽ ഉണ്ടാകുന്നത്. ആ കൊച്ച് അതിനൊരു നിമിത്തമായി എന്ന് മാത്രം. ഇന്നവൻ ഒരച്ഛനായി അവൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നീട് ഞാൻ ഒരിക്കലും അവനെ പിന്നെ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ എല്ലാ ദിവസവും അവനായി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ആ കൊച്ചിനായി, അവൻ അച്ഛനായി എന്നൊരു വാർത്ത ആരോ പറഞ്ഞ് ഞാൻ കേട്ടപ്പോൾ അവനെക്കുറിച്ച് ഞാൻ ഇടയ്ക്ക് അന്വേഷിക്കാറുണ്ട്. അപ്പോൾ അവൻ അച്ഛനായി എന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. നാട്ടിൽ അവധിക്ക് പോകുന്ന സമയത്തൊക്കെ ഞാൻ മനസ്സിൽ ഓർക്കാറുണ്ട്, ഇവനെ ഒന്ന് പോയി കാണണം, അവൻ അച്ഛനായല്ലോ, അവനെ ഒന്ന് കാണണം, അവൻ്റെ മുൻപിൽ ഒന്ന് കരങ്ങൾ കൂപ്പണം, ഒരു സ്തുതി ചെല്ലണം അവന്. അതുപോലെ ഈ ജപമാല അവനെ ഒന്ന് കാട്ടിക്കൊടുത്തിട്ട് ചോദിക്കണം, നീ ഇത് ഓർക്കുന്നുണ്ടോ, നീ എനിക്ക് സമ്മാനിച്ചതാണ്. അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷേ കുറച്ച് ദിവസത്തെ ലീവിനല്ലേ എപ്പോഴും പോകാറുള്ളൂ. അപ്പോൾ എനിക്കൊരിക്കലും അവനെ ഒന്ന് പോകാനോ കാണാനോ ഒന്നും സമയം കിട്ടിയിട്ടില്ല ഇതുവരെ. അങ്ങനെ കാണാൻ എനിക്ക് ഇതുവരെയും പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ എപ്പോഴൊക്കെ ജപമാല ചൊല്ലാനായി ഈ ജപമാല കരങ്ങളിലെടുത്തോ അപ്പോഴൊക്കെ ഞാൻ ആ കൊച്ചിനെ ഓർക്കാറുണ്ട്, അവന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഈ ജപമാലയാണ് ശരിക്കും എൻ്റെ ജീവിതത്തെ മാറ്റി മറിച്ചതിൻ്റെ പിന്നിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ ജപമാല. അതിനു മുമ്പൊക്കെ ഞാൻ കൊന്ത ചൊല്ലുമെങ്കിലും കൂടുതൽ ജപമാലകളൊക്കെ ചൊല്ലാൻ പതിയെ പതിയെ എനിക്ക് കൃപ കിട്ടിത്തുടങ്ങിയത് ഈ ജപമാല എന്നെൻ്റെ കയ്യിൽ വന്നു അതിനു ശേഷമാണ്. അതുകൊണ്ട് ഈ ജപമാലയോട് എനിക്ക് വല്ലാത്തൊരു ആത്മബന്ധമുണ്ട്. അപ്പം ഞാനിത് നിങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കും ഉണ്ടായിരിക്കണം ഇതുപോലെ വ്യക്തിപരമായ ഒരു ജപമാല. നമ്മുടെ വീട്ടിലൊക്കെ ഒത്തിരി ജപമാലകൾ കാണും. അപ്പോൾ അത് ഓരോന്നും എടുത്തിങ്ങനെ ഒരു ദിവസം ഒരു ജപമാല കൊണ്ട് ചൊല്ലി പിറ്റേ ദിവസം അടുത്ത ജപമാല, അതിലും ഇങ്ങനെ ചൊല്ലുന്നതിൽ കുഴപ്പമില്ല കേട്ടോ. ഇത് എൻ്റെ ഞാൻ ചെയ്യുന്നൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. എപ്പോഴും ഒരു ജപമാല തന്നെ ഉപയോഗിച്ച് അത് നമ്മുടെ സ്വന്തമായിട്ട് കണ്ട് അത് തന്നെ ഉപയോഗിച്ച് നമ്മൾ എപ്പോഴും ജപമാലകൾ ചൊല്ലുവാണെങ്കിൽ അതിനൊരു പ്രത്യേക അഭിഷേകമുണ്ട്. നമുക്കൊരു വലിയൊരു സംരക്ഷണം നൽകുന്നത് പോലെ തോന്നും.
ഞാനതുകൊണ്ട് എവിടെ പോകുമ്പോഴും എൻ്റെ ബാഗിൽ ഞാൻ ഈ ജപമാല സൂക്ഷിക്കാറുണ്ട്, ദൂരെ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കേട്ടോ. പിന്നെ ഞാനിതിൽ നടക്കാനായിട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ കയ്യിലൊരു, അതും ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്, ഒരു ചെറിയ ഉണ്ണിക്കൊന്തയുണ്ട്, 10 മണി കൊന്ത. അപ്പം നടക്കാൻ ഇറങ്ങുമ്പം എളുപ്പത്തിന് ആ കൊന്ത പിടിച്ചാണ് ഞാൻ ചൊല്ലാറുള്ളത്. അല്ലാത്തപ്പോൾ എല്ലാം ഈ ജപമാലയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മക്കൾക്കും ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള വലിയ അനുഗ്രഹം, വലിയൊരു കൃപ കൊടുത്ത് അമ്മ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിലൂടെ ഈശോയിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ മക്കളുടെ ജീവിതത്തിൽ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിലും അമ്മ മാതാവേ, ഈശോയിലൂടെ അമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവർക്കായി വാങ്ങിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നിയോഗങ്ങൾ, മനസ്സിൻ്റെ സങ്കടങ്ങൾ, ആരോടും പറയാനാവാതെ ഇവരെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കുന്ന ഇവരുടെ സ്വകാര്യ ദുഃഖങ്ങൾ എല്ലാം അമ്മ മാതാവേ, അമ്മ കാണുന്നുണ്ടല്ലോ. ഓരോ കുഞ്ഞിൻ്റെയും സങ്കടം ഏറ്റവും ആദ്യം മനസ്സിലാക്കാൻ പറ്റുന്നത് അതൊരു അമ്മയ്ക്കാണല്ലോ. അമ്മേ, ഞങ്ങളുടെ വേദനകളെല്ലാം അമ്മ അറിയുന്നുണ്ടെന്നറിയാം. എല്ലാം ഈശോയ്ക്ക് കൊടുത്ത് അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.